വെളിച്ചം എത്തിച്ച മതമാണ് ഇസ്ലാം മതം എന്നുള്ളത്. കൂരിരുട്ട് നിറഞ്ഞ ലോകത്ത് പ്രകാശമാനമാക്കാൻ കടന്നു വന്ന മതമാണ് ഇസ്ലാം മതമെന്ന് അർണോൾഡ് ടോയൻബി എന്ന മഹത്തായ ആംഗലേയ സാഹിത്യകാരൻ പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് സാമ്രാജ്യത്വത്തിന്റെ കളിപ്പാവകളായി പ്രവർത്തിക്കുന്ന പലരും ഇസ്ലാം മതത്തെ തീവ്രവാദത്തിന്റെയും പേരിൽ ആക്ഷേപിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വസാഹോദര്യത്തിനും മതസൗഹാർദ്ദത്തിനും അതോടൊപ്പം തന്നെ മാനവരാശിയുടെ പുരോഗതിക്കും വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള പ്രവാചക സൂക്തങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ എപ്പോഴും സാധിക്കുന്ന ഒന്നാണ്. ഏത് മതത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അത് ഹിന്ദുമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും മറ്റെല്ലാ മതങ്ങളിലുമുണ്ട്. അത് മതങ്ങളുടെ കുറ്റമല്ല, മതവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറ്റമാണ്. അതിന് നമുക്ക് മതത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. എനിക്കറിയാം, ഇന്ത്യയിൽ എല്ലാ ദിവസവും നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടും എത്ര പേര് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ള കാര്യം. ഇന്ത്യയിൽ 15 കോടിയിലധികം മുസ്ലിം സഹോദരന്മാർ ജീവിക്കുന്ന നാടാണിത്. ഇവിടെ ആ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 900-ൽ താഴെ ആളുകളെയാണ് വിവിധ കാരണങ്ങളാൽ കാണാതായപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത്. ആ കാണാതായ 900 ആളുകൾ IS-ൽ ചേർന്നായി ആരും പറയുന്നില്ല. അപ്പൊ 15 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് 900-ൽ താഴെ ആളുകളെ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിവരങ്ങളില്ല എങ്കിൽ ഇനി ഒരു പക്ഷേ അവരെല്ലാം IS-ൽ ചേർന്നെന്ന് തന്നെ കണക്ക് കൂട്ടുക. ചേർന്നിട്ടില്ല, അത് വേറൊരു കാര്യം. 15 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് 900 പേരെയാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ ഈ മതത്തെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ വളരെ ബോധപൂർവമായി മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുവാനും മുസ്ലിം താൽപര്യങ്ങളെ ഹനിക്കുവാനും വേണ്ടി ബോധപൂർവമായ RSSന്റെയും BJPയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ ചിത്രീകരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തികൾ നടത്തിയാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ ഭരിക്കുന്ന ഭരണകൂടം അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അതുണ്ടാകുന്ന വിനാശകരമായ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ കാണാതെ കടന്നു പോകുന്നത് ശരിയാണോ? രാജ്യം ഭരിക്കുന്ന BJP, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം മതത്തെ ഒറ്റപ്പെടുത്തുവാനും അത് തീവ്രവാദത്തിന്റെ ഭാഷയിലൂടെ പോകുന്നു എന്നുള്ള ഒരു പ്രചരണ ശക്തിപ്പെടുത്തി മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ നീക്കം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പ്രവാചകന്റെ വചനങ്ങൾ കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലത്തെ അതിജീവിച്ചു നിൽക്കുകയാണ്. അത് ഉൾക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന മഹത്തായ സന്ദേശം പ്രവാചകൻ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയങ്കരനായ എന്റെ സുഹൃത്ത് ശ്രീ MK മുനീർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സമ്പൂർണ്ണ ജീവിത ദർശനമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. 21-ാം നൂറ്റാണ്ടിൽ പോലും തുല്യത അഥവാ തുല്യനീതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ
കാലം, ജാതി, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഇസ്ലാം ഉത്ബോധിപ്പിച്ചതും ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നീതിയുടെ നിഷ്പക്ഷമായ വിതരണം ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. സമൂഹത്തിൽ നീതിപൂർവമായിരിക്കണം പെരുമാറ്റം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ തീരുമാനമെടുക്കേണ്ടത്. തെളിവുകൾ, ആ തെളിവുകളിലൂടെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്, മനസ്സിലാക്കിക്കൊള്ളുക. എന്നാലും അവന്റെ മനസ്സാക്ഷി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി പ്രത്യേകമായി നബി തിരുമേനി പറയുന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ന്യായാധിപൻ നിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചാൽ പോലും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരമമായ നീതി ബോധത്തെപ്പറ്റി ഇസ്ലാമും പ്രവാചകനും പങ്കുവെക്കുന്നത് ആശയമാണിത്. തന്റെ ഒരു മതദർശനത്തിന്റെ കാതൽ മാനവികതയാണ് എന്ന് എന്നും നബി തിരുമേനി ഉറക്കെ ഉദ്ഘോഷിച്ചിട്ടുള്ളതും ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഭീകരവാദവും തീവ്രവാദവും ഇന്ന് രാജ്യത്തിനും ലോകത്തും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. അതിന് മതത്തെ പല ആളുകളും ചാരി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നില്ല. അതിന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനമുണ്ട്. രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെയും പിടിച്ചെടുക്കാനുള്ള കുൽസിതമായ മാർഗങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാർക്കറ്റുകൾ പിടിച്ചെടുക്കാനുള്ള, വിപണികൾ പിടിച്ചെടുക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇത്തരം തീവ്രവാദത്തിന്റെയും മതതീവ്രവാദത്തിന്റെയും പേരിലുള്ള ഭിന്നിപ്പ് വളർത്തിയെടുക്കാൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരു മതവും മനുഷ്യനെ ദോഷിക്കാൻ വേണ്ടി പറയുന്നില്ല. ഒരു മതവും മനുഷ്യനെ ഹിംസിക്കാൻ പറയുന്നില്ല. സർവധർമ്മ സമഭാവ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ള ചിന്തയാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. സർവധർമ്മ സമഭാവ്, സമഭാവനയോടെ എല്ലാ ധർമ്മങ്ങളെയും മതങ്ങളെയും കാണുവാനുള്ള ഉൾക്കരുത്തുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെയാണ് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ പ്രധാനമന്ത്രിയും ബിജെപിയും RSSും ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിപത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോട്ടുകൾ പിൻവലിച്ചതിലൂടെ തന്നെ അതും വർഗീയമായി ചിത്രീകരിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. നോട്ട് പിൻവലിക്കുന്നതിനെ പറ്റി മൻമോഹൻ സിംഗ് പറഞ്ഞ 3 വാചകം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് ലൂട്ട്, ഇറ്റ് ഈസ് എ ലീഗലൈസ്ഡ് പ്ലണ്ടർ, ഇറ്റ് ഈസ് എ മോണിമെന്റൽ മിസ്മാനേജ്മെന്റ്. ഈ 3 വാചകങ്ങളിലൂടെ നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചതിലൂടെ നടപ്പാക്കിയ ദുരന്തം നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവന്റെ പണം പിൻവലിക്കുവാൻ ബാങ്കിന്റെ മുമ്പിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ ക്യൂ നിൽക്കണമെന്ന് പറയുന്ന ഒരു ദുരന്തം ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ രോഗി മരിക്കും. ഒരു എഞ്ചിനീയർക്ക് തെറ്റുപറ്റിയാൽ കെട്ടിടമോ പാലമോ തകരും. ഒരു ഭരണാധികാരിക്ക് തെറ്റുപറ്റിയാൽ ഒരു രാജ്യം തളരുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇന്ന് രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ചെയ്ത തെറ്റുകളുടെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ 125 കോടി വരുന്ന ജനങ്ങളാണ്. ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആ ദുരന്തം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രപതി എന്നോട് അലിക്കുട്ടി മുസ്ലിയാർ പറയുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രപതി തന്നെ ഇത് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ പൗരനായ രാഷ്ട്രപതി തന്നെ പറഞ്ഞിരിക്കുന്നു,
നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പിന്നോട്ട് പോകുന്നു, രാജ്യം തകരാറിലാകുന്നു. ഇതിൽ നിന്ന് മോചനമുണ്ടാകാൻ എത്ര വർഷങ്ങൾ വേണ്ടി വരും? ലോകത്തൊരിടത്തും നോട്ട് പിൻവലിക്കൽ വിജയകരമായിട്ടില്ല. വെനിൻസുലയിൽ നോട്ട് പിൻവലിച്ചു, അത് വീണ്ടും തിരികെ കൊണ്ടുവരേണ്ടി വന്നു. നമ്മുടെ പ്രിയങ്കരായ 2 നേതാക്കൾ കൂടി എത്തിയിട്ടുണ്ട്. സി അബ്ദുൽ വഹാബ് MP, സി KPA മജീദ് എന്നിവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചർച്ച ഇവിടെ പൊടിപൊടിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്റെ സുഹൃത്ത് ശ്രീ ഹംസയും എത്തിയിട്ടുണ്ട്. ഹംസ ഇല്ലേ? ഹംസയില്ലേ? അതുകൊണ്ട് ഹംസയും എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോട്ട് പിൻവലിക്കലിലൂടെ ഉണ്ടായിരിക്കുന്ന ദുരന്തം അതിനെപ്പോലും വർഗീയവൽക്കരിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല. ഇന്ന് നമ്മുടെ ലോകത്തെവിടെയും വെനസ്വേലയുടെ കാര്യമാണ്. ഞാൻ വെനസ്വേലയിൽ നോട്ട് പിൻവലിച്ചു, തെറ്റാണെന്ന് കണ്ടപ്പോൾ തിരികെ വീണ്ടും അത് പഴയപടി തുടരാൻ തീരുമാനിച്ചു. 2010 നോർത്ത് കൊറിയയിൽ നോട്ട് പിൻവലിച്ചു. പട്ടിണിയായി, ക്ഷാമമായി, അവസാനം അവിടുത്തെ പ്രധാനമന്ത്രി ധനകാര്യമന്ത്രിയെ വെടിവെച്ചു കൊന്നു. ചരിത്രത്തിന്റെ ഭാഗമാണ്. 2010 ഇവിടെ അങ്ങനൊന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് ആരും എഴുതിക്കളയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. കൊറിയയിൽ നടന്ന കാര്യം 2010 കൊറിയയിൽ നടന്ന സംഭവമാണ്. അപ്പൊ ലോകത്തിലെ ഒരു സ്ഥലത്തും ഇത്തരം നടപടികൾ വിജയകരമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മൻമോഹൻ സിംഗ് പറഞ്ഞ ഈ 3 വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ലൂട്ട്, ഇറ്റ് ഈസ് എ ലീഗലൈസ്ഡ് പ്ലണ്ടർ, ഇറ്റ് ഈസ് എ മോണിമെന്റൽ മിസ്മാനേജ്മെന്റ്. ഇതാണ് ഈ നോട്ട് പിൻവലിക്കലിലൂടെ നമ്മുടെ രാജ്യത്ത് നടന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി, ഏകാധിപതിയായ ഒരു ഭരണാധികാരി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികളാണ് നമ്മുടെ രാജ്യത്തെ ഈ ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഒരാളുടെ കയ്യിൽ പോലും പണമില്ല, പൈസയില്ല. എല്ലാവരും പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് മണിയിലേക്ക് മാറണമെന്നാണ് പറഞ്ഞത്. എങ്ങനെ മാറാൻ കഴിയും? 50 ദിവസം എനിക്ക് തരൂ, 50 ദിവസം കഴിഞ്ഞാൽ എന്നെ തൂക്കിലിടൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 50 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തോട് നടത്തിയ പ്രസംഗത്തിൽ ഒരു അക്ഷരം ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞില്ല. ആകെ പറഞ്ഞ ഗർഭിണികൾക്ക് 6000 രൂപ കൊടുക്കുമെന്നാണ്. വേറെ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദീർഘവീക്ഷണമില്ലാത്തൊരു പ്രധാനമന്ത്രി, ഇടുങ്ങിയ ചിന്താഗതിയുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വൻതോതിൽ അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ വരാൻ പോകുന്ന ദുരന്തം അടുത്ത 10 വർഷമായിരിക്കും രാജ്യം അനുഭവിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി ഇന്ന് മുത്തലാഖിനെ പറ്റി പറയുന്നു. നരേന്ദ്രമോദി ഇന്ന് ഏക സിവിൽ കോഡിനെ പറ്റി പറയുന്നു. നമ്മുടെ കേരളത്തിൽ ആരാണ് ഇപ്പം മുത്തലാഖൊക്കെ ചെല്ലുന്ന? ആരുമില്ല. 1% പോലും ആളുകളെ കാണാൻ കഴിയില്ല. ഇതൊക്കെ അദ്ദേഹം പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയാണ്. ഇത് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനാണ്. നടന്നാലും നടന്നില്ലെങ്കിലും ഇതിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അർദ്ധസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. സമുദായത്തിൽ ഒറ്റക്കെട്ടായി പറയുന്ന കാലത്ത് മാത്രമേ ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റമുണ്ടാകൂ. ശരീഅത്ത് നിയമങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. നിയമനിർമ്മാണ സഭകൾക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല ദൈവനിശ്ചയങ്ങൾ. നിയമനിർമ്മാണ സഭകൾക്ക് ഇത്തരം നിയമങ്ങളിൽ ഇടപെടാനുള്ള അവകാശമില്ല. ശരീഅത്ത് നിയമങ്ങൾ അതിന്റെ പരിപാവനത കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വ സമുദായങ്ങൾക്കും സമുദായ വിശ്വാസികൾക്കുമുണ്ട്. അതിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് സമുദായ അംഗങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തിന്റെയും മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. മുത്തലാഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി 100 ജന്മമെടുത്താലും ഇനിയും
ഇന്ത്യയിൽ അത് നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ സമൂഹം അത് അംഗീകരിക്കില്ല, നമ്മുടെ രാജ്യം അത് അംഗീകരിക്കില്ല. ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി. നമ്മുടെ രാജ്യത്ത് വിവിധ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വേഷങ്ങൾ, ഭാഷകൾ, ചിന്തകൾ, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ അധികാരത്തിൽ കയറി എന്നുള്ളത് കൊണ്ട് ഒരു ഭരണാധികാരിക്ക് സാധ്യമല്ല. അത് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യം തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും വലിയ ഒരു നേതൃനിര ഇവിടെ ഉള്ളത് കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്രത്തിലെ ഒരു ഭരണകൂടം നമ്മളെ പൊറുതിമുട്ടിക്കുന്നു. കേരളത്തിലെ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മളെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയുമാണ്. നവംബറിൽ കിട്ടേണ്ട അരി ഇപ്പൊ ഭക്ഷ്യമന്ത്രി പറയുന്നത് ഏപ്രിൽ തരാമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇപ്പൊ നോട്ടുമില്ല, അരിയുമില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും എന്നീ ഭരണകൂടങ്ങൾ നമ്മുടെ നേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം പ്രതിസന്ധികളെ ഗൗരവത്തോടെ നമ്മൾ കാണണം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അനാവശ്യമായി ഒരാളുടെ പേരിലും UAPA നിയമം ഞാൻ ആ കാലഘട്ടത്തിൽ ചുമത്തിയിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുന്നു, എങ്ങനെ കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന് UAPA നിയമങ്ങൾ ചുമത്താൻ കഴിയും? കേരളത്തിൽ ആദ്യമായി UAPA നിയമം ചുമത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇന്നിവിടെ എന്താ നടക്കുന്നത്? എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്നു. ഒരാൾ പ്രസംഗിച്ചാൽ അയാളുടെ പേരിൽ UAPA, ഒരാൾ പുസ്തകം എഴുതിയാൽ അയാളുടെ പേരിൽ UAPA, ഒരാൾക്ക് താമസിക്കാൻ വീടെടുത്തു കൊടുത്താൽ അയാളുടെ പേരിൽ UAPA. മതപണ്ഡിതന്മാർ പ്രസംഗിച്ചാൽ അവരുടെ പേരിൽ UAPA നിയമം ചുമത്തണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്തു പറ്റി ഈ ഭരണകൂടത്തിന്? 7 മാസം മുമ്പ് വരെ ഞാനും മുനീറുമൊക്കെ മന്ത്രിമാരായിരുന്നു. അന്നുണ്ടായിരുന്ന അതേ ഭരണ സംവിധാനമാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. അതേ പോലീസാണ്. അന്ന് ചുമത്താത്ത UAPA മതപണ്ഡിതന്മാർക്ക് നേരെ എങ്ങനെ ഇവരിവിടെ നടപ്പാക്കുന്നു? പീസ് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവർക്ക് നേരെ എങ്ങനെ UAPA നടപ്പാക്കുന്നു? ഇവിടെ RSSകാരൻ കൂടി പരാതി കൊടുത്താൽ ആ പരാതിയുടെ പേരിൽ 24 മണിക്കൂറിന് മുമ്പ് UAPA നിയമം ചുമത്തുന്നു. കേരളത്തിൽ ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ്. ദേശീയ ഗാനം നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്, ഒരു സംശയവും വേണ്ട. ഓരോ രാജ്യത്തിന്റെയും ദേശീയ ഗാനം അർഹിക്കുന്ന ആദരവോടുകൂടി കാണേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. ഓരോ പൗരനും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്. പക്ഷെ ഏതെങ്കിലും ഒരാള് അബദ്ധവശാൽ എഴുന്നേറ്റ് പോയില്ല എന്ന് കരുതി അയാളുടെ പേരിൽ UAPA ചുമത്തത് ശരിയാണോ? ചെയ്യുന്ന കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ കൊടുക്കണം. അതാണ് ചെയ്യുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് മാവോയിസ്റ്റ് ലഘുലേഖ വിതരണം ചെയ്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേരിൽ ആരും നമ്മൾ UAPA നിയമം ചുമത്താൻ പറഞ്ഞില്ല. അവർക്ക് അർഹിക്കുന്ന ആനുപാതികമായ ശിക്ഷ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നിവിടെ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ പരാതി പറയുന്നു. മുസ്ലിം പണ്ഡിതന്മാർ പ്രസംഗിച്ചാൽ അവരുടെ പേരിൽ UAPA നിയമം ചുമത്തുന്നു. അവരുടെ പേരിൽ 124A, ഇന്ത്യൻ പീനൽ കോഡിലെ 124A എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹത്തിനുള്ള കുറ്റമാണ്. 153A എന്ന് പറഞ്ഞാൽ മതവൈര്യം വളർത്തുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളം സംസ്ഥാന ഗവൺമെന്റ് 124A അനുസരിച്ച് 153A അനുസരിച്ച് ഗുരുതരമായ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും മത തീവ്രവാദം വളർത്തുന്നു, മതപരമായ ഭിന്നതകൾ വളർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ എടുക്കുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കാസർഗോഡ് നിന്ന് മുനീറിനറിയാം, എന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കാണാൻ വന്നു. ഞാൻ അവരുടെ കേസുകൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു. ഒരു കാര്യവുമില്ലാതെ പോലീസ് പലപ്പോഴും 153A ചുമത്താറുണ്ട്. മുഴുവൻ നമ്മൾ മാറ്റാൻ പറഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന 2.5 വർഷം കാസർഗോഡ് ചെറിയ കരിയില പോലും അനങ്ങിയില്ല. നിയമങ്ങൾ പ്രയോഗിക്കുന്നതിലല്ല, നിയമങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഡിറ്ററന്റ് ആയിട്ടാണ് മാറേണ്ടത്.
അവരെ അതിൽ നിന്ന് വിലക്കുകയാണ് വേണ്ടത്. അതിനാണ് നിയമങ്ങൾ. ഇന്ന് മുസ്ലിം മതപണ്ഡിതന്മാർക്ക് നേരെ 153A ചുമത്തുന്നു, 124A ചുമത്തുന്നു. UAPA നിയമത്തിന്റെ സെക്ഷൻ 15, 16 എന്നിവ ചുമത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യമാണ്. നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നത് തെറ്റാണ്, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. എത്ര RSSകാർ പ്രസംഗിക്കുന്നു, അവരുടെ പേരിൽ ആരും എടുക്കുന്നില്ലോ എന്ന നടപടി. എത്ര BJPക്കാർ പ്രസംഗിക്കുന്നു, മതവൈരം വളർത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നു. എന്തുകൊണ്ട് 153A എടുക്കുന്നില്ല? എന്തുകൊണ്ട് 124A അവരുടെ പേരിൽ ചുമത്തുന്നില്ല? അപ്പോൾ UAPA നിയമങ്ങളും ഇത്തരം കരി നിയമങ്ങളും നടപ്പാക്കുന്നത് ഗൗരവതരമായ ഒരു പ്രശ്നം കൂടിയാണ്. ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ വളരാനും വികസിക്കാനും ഉള്ള അവകാശമുള്ള രാജ്യമാണ്. ബഹുസ്വരതയുടെ നാടാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടന 30 ആർട്ടിക്കിൾ 30, 15, 16 തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനിലും ആർട്ടിക്കിളുകളിലൂടെ സംരക്ഷണം നൽകിയിട്ടുള്ള രാജ്യമാണ്. മറ്റുള്ളവരെ പോലെ വളരാനും വികസിക്കാനും സാമൂഹ്യമായ നീതി ഉറപ്പുവരുത്താനും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള അധികാര അവകാശങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതാരുടെയും ഔദാര്യമല്ല, ഇന്ത്യയുടെ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. ആ ബഹുസ്വരതയെ നിലനിർത്തുവാനും ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുവാനും ഉള്ള നടപടിയുമായി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജാമ്യയിലേക്ക് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.